11th and 12th ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പോയിൻറ്റ്സ് ഓർത്ത് വെച്ച് എഴുതാനുമുണ്ട്. അപ്പം ഇത് എല്ലാം ഈസി ആയിട്ട് ഷോർട്ട് നോട്ടായിട്ടും ക്വസ്റ്റ്യൻ ആൻസറായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും ഒക്കെ കിട്ടുന്ന ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കയറി നോക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ചില ഈസി മെത്തേഡിൽ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പരീക്ഷ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ചില മെത്തേഡുകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4P മാർക്കറ്റിങ്ങിലെ 4P അത് നിങ്ങൾ ഒരു ഫ്ലാഷ് കാർഡിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടൈം ലൈൻ മെത്തേഡാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഓരോ ഇയേഴ്സും എഴുതുക, അതിൻ്റെ ഇൻസിഡൻറ്റ് മാത്രം മെയിൻ പോയിൻ്റായിട്ട് എഴുതി വയ്ക്കുക. വേറൊരു മെത്തേഡാണ് ടേബിൾ മെത്തേഡ്. ഫോർ എക്സാമ്പിൾ ജോഗ്രഫിയിൽ ഇപ്പോൾ നിങ്ങൾ സോയിൽ പഠിക്കാമെന്ന് വിചാരിച്ചോ, അലൂവിയൽ സോയിൽ അത് ഏത് റീജിയനിലാണ്, അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളിതൊരു ടേബിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. വേറൊരു മെത്തേഡാണ് ഫ്ലോ ചാർട്ട് മെത്തേഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സിക്യൂഷൻ ഓഫ് ലെജിസ്ലേച്ചർ ആണെന്ന് വിചാരിച്ചോ, അത് ഹയറാർക്കിലായിട്ട് നിങ്ങൾ ഫ്ലോ ചാർട്ടായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ പരീക്ഷ എടുക്കുന്ന സമയത്ത് ഈ നോട്ടൊന്ന് ചുമ്മാ വായിച്ചാൽ മതി, ബാക്കി പോയിൻറ്റ്സ് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. പിന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാർക്ക് വെയിറ്റേജ് അനുസരിച്ചിട്ട് ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഇങ്ങനത്തെയൊക്കെ ചെറിയ മെത്തേഡുകൾ. വേറൊരു മെത്തേഡും കൂടി എന്താണെന്നറിയോ, ഇപ്പം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടൻറ്റ് വായിക്കാമെന്ന് വിചാരിച്ചോ, അതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ, ഇപ്പോൾ പരീക്ഷ എടുക്കാറാവുന്ന സമയമെന്ന് വിചാരിച്ചോ, ഒന്ന് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഇതൊന്ന് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റിവൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ കണ്ടൻറ്റിലുള്ള പോയിൻറ്റ്സ് എല്ലാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡിൽ പോയിൻറ്റ്സ് എഴുതി സൂക്ഷിച്ചാൽ പരീക്ഷ എടുക്കുന്ന സമയത്ത് ബൾക്കായിട്ട് പഠിച്ച് ബൾക്കായിട്ട് എക്സാം എഴുതുന്ന ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒക്കെ പോലെയുള്ള പിള്ളേർക്ക് ഇത് ഒരുപാട് സഹായമാവും. താങ്ക് യു.